ലഹരി മരുന്നിനെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ അന്യസംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പോലീസ്. MDMA കേരളത്തിലേക്ക് എത്തുന്നത് പ്രധാനമായും ബംഗളൂരുവിൽ നിന്നാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ അയൽ സംസ്ഥാനങ്ങളിലെ അന്വേഷണ ഏജൻസികളുമായി ഏകോപനം ശക്തമാക്കുമെന്നും DGP അറിയിച്ചു. അതിനിടെ കൊച്ചി കാക്കനാട് ഫ്ളാറ്റിൽ നിന്ന് MDMA പിടിച്ചെടുത്തതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. മുഖ്യപ്രതി ആസിഫിന് രാജ്യാന്തര ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് സംശയം. ഡാൻസ് ഹൗസ് സംഘം നടത്തിയ പരിശോധനയിൽ 437 ഗ്രാം MDMA ആണ് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത്. സ്വാന്തന സാജുവും സജോ ദേവസിയും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം സ്വാന്തനയിലേക്ക്. സ്വാന്തന, അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിലുള്ളത്. കാരണം നമ്മുടെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ലഹരി ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുന്നു. 65% യുവാക്കളിലേക്കെങ്കിലും ലഹരി പടർന്നു തുടങ്ങിയിരിക്കുന്നു. മുഖം നോക്കാതെ, പദവിയോ പണമോ മറ്റ് സ്വാധീനങ്ങളോ നോക്കാതെ ക്യാരവനിൽ കയറിപ്പോലും പരിശോധന ഉണ്ടാവും. അപ്പോൾ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കം എന്താണെങ്കിലും ആവേശം പകരുന്നതുമാണ്, പ്രതീക്ഷ പകരുന്നതാണ്. അപ്പോൾ എന്താണ് ഇനി ഇപ്പോൾ എക്സൈസിന്റെയും പോലീസിന്റെയും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് സ്വാന്തന? ശ്രുതി ഷിഹാസ്, ഗുഡ് മോർണിംഗ്. ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന വ്യാപകമായി തന്നെ സംസ്ഥാനത്ത് നടന്നു വരികയാണ്. ഇന്നലത്തെ മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് വ്യക്തമാണ് എത്ര അധികം ആളുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ടെന്ന്. കാരണം ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ഈ ഓപ്പറേഷൻ തൂഫാനിലൂടെ പരിശോധന നടത്തി രജിസ്റ്റർ ചെയ്തത് 104 കേസുകളാണ്. അതുമാത്രമല്ല 137 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വലിയ അളവിലുള്ള ലഹരി പലയിടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നും മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും അടക്കം വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ തോതിൽ ലഹരി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്നലെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ DGP വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്യ സംസ്ഥാനത്തു നിന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ആരംഭിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. കാരണം പ്രധാനമായും കേരളത്തിലേക്ക് ഈ ലഹരി എത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ കർണാടകയാണെങ്കിലും ആന്ധ്രയാണെങ്കിലും ഒക്കെ അവിടെ നിന്നൊക്കെയാണ് പ്രധാനമായും ലഹരി കേരളത്തിലേക്ക് എത്തുന്നത്. ഇനി MDMA യുടെ കാര്യം നോക്കുകയാണെങ്കിൽ MDMA കേരളത്തിലേക്ക് ഏറ്റവും അധികം എത്തുന്നത് ഈ ബാംഗ്ലൂർ, കർണാടക ഭാഗത്തു നിന്നാണ് എന്ന് ഇന്നലെ DGP തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രം ഒരു പരിശോധന ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്തി അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ലഹരിയെ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. 4 സോണുകളിലായി വിവിധ വിഭാഗങ്ങളിലായി തിരിഞ്ഞുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നത്. വരും ദിവസങ്ങളിൽ അന്യ സംസ്ഥാനത്തെ പോലീസ് മേധാവികളുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചെക്ക് പോസ്റ്റുകളിലടക്കം കൂടുതൽ പരിശോധന അടക്കം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് എന്തായാലും നിലവിൽ എത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, വരും ദിവസങ്ങളിലും കേരളത്തിൽ ഇന്നലെ നടന്നതിന് സമാനമായ രീതിയിൽ വ്യാപകമായി തന്നെ തെരച്ചിൽ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലത്തെ മാത്രം തെരച്ചിലിൽ ഏതാണ്ട് 30 ലക്ഷം രൂപയുടെ MDMA, ഏതാണ്ട് 500 ഗ്രാമോളം MDMA ആണ് ഇന്നലെ ഒറ്റ ദിവസം നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് വരും ദിവസങ്ങളിലെ തെരച്ചിലും വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ലഹരി മരുന്ന്, പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് ഡ്രഗ്സും അതുപോലെ തന്നെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും എല്ലാം തന്നെ കണ്ടെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസുമുള്ളത്. ഓക്കെ, സ്വാന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ഈ കാക്കനാട് ഫ്ളാറ്റിൽ നിന്ന് MDMA പിടിച്ചെടുത്തതിൽ അന്വേഷണമൊക്കെ ഊർജിതമാക്കിയിരിക്കുകയാണ്. സജോ ദേവസിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സജോ, ഈ മുഖ്യപ്രതി ആസിഫ് എന്ന് പറയുന്നത് കൊച്ചിയിൽ ലഹരി വിൽപ്പന നടത്തുന്നതിൽ മുഖ്യ കണ്ണിയാണ്. ഇയാൾക്കപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പുറത്തേക്ക് വരാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഡാൻസ് ഹൗസ് സംഘം എന്താണ് വ്യക്തമാക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ശ്രുതി, കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന രാസലഹരി വിപണന ശൃംഖല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ആണ് യഥാർത്ഥത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ്. അതായത് കാക്കനാട് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്ന ലഹരി വിൽപ്പന സംഘത്തെയാണ് ഡാൻസ് ഓഫ് കുടുക്കിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. കളമശ്ശേരി സ്വദേശി ആസിഫ്, അതുകൂടാതെ രതീഷ് അർജുൻ എന്നിങ്ങനെ മറ്റ് 2 കൂട്ടാളികളെയും കൂടി ഡാൻസ് ഓഫ് പിടികൂടി. 437 ഗ്രാം MDMA ആണ് പിടികൂടിയത്. സമീപകാലത്ത്, അതായത് ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ തുടങ്ങിയതിനു ശേഷം സമീപകാലത്ത് ഏറ്റവും വലിയ ഒരു പിടിച്ചെടുക്കൽ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒന്നാണ്. ഏതാണ്ട് ഒരു 20 ലക്ഷത്തിലധികം രൂപ മൂല്യമുള്ള MDMA ആണ്. അതിൽ തന്നെ ഡാൻസ് ഓഫ് സംഘം പറയുന്നത് ഇതിൽ കുറെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അവശേഷിച്ചതാണ് ഈ 437 ഗ്രാം. അതിൽ പണമായി തന്നെ, നോട്ടുകളായി തന്നെ 1 ലക്ഷം രൂപയിലധികം അവിടുന്ന് പിടികൂടി. ഒപ്പം അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി പണം സ്വീകരിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കളമശ്ശേരി സ്വദേശിയും ആസിഫാണ് ഇതിന്റെ ഒരു മുഖ്യ ആസൂത്രകൻ. ഇതിന്റെ സംഘത്തിന്റെ ഒരു നിയന്ത്രണം ഇയാളാണ് എന്നാണ് ഒരു നിഗമനം. ഇയാൾക്ക് രാജ്യാന്തര ബന്ധങ്ങളുണ്ട് എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് ഈ കേസ് പോകും. അത് ഈ ആസിഫിലും രതീഷിലും അർജുനിലും മാത്രം നിൽക്കുന്നതല്ല, വിവിധങ്ങളായ താഴെത്തട്ടിലേക്ക് വലിയ വിപണന ശൃംഖല തന്നെയുണ്ട് എന്ന സംശയം ഡാൻസ് ഓഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട്
വിശദമായ പരിശോധനയിലേക്ക് പോവുക. എവിടെ നിന്നെല്ലാം ഇവ സ്വീകരിക്കുന്നു, രാസലഹരി എവിടെ നിന്ന് സ്വീകരിക്കുന്നു, എങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ആരെയെല്ലാമാണ് പ്രധാനമായും ലക്ഷ്യമിട്ട് കച്ചവടം നടത്തുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് വ്യാപകമായി ഇത്തരം യുവാക്കളെയൊക്കെ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് വ്യാപകമായി ലഹരിയും വിപണനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വേരറക്കുക എന്നത് അതിന്റെ കണ്ണികളിലേക്ക് പോവുക, കണ്ണികളുടെ വേരാണ് ആദ്യം അറുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൂടിയ അളവിൽ ഈ കച്ചവടം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ആസിഫിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. കൂടുതൽ ആളുകളും ഇതിനിടയിലും മുകളിലും ഒക്കെ ഉണ്ടാകും എന്ന വിലയിരുത്തലുണ്ട്. ഏതായാലും നേരിട്ട് തെളിവുകളോടുകൂടി ഈ ആസിഫിനെ പിടികൂടാനായി, കൂട്ടാളികളെയും പിടികൂടാനായി. അപ്പോൾ അതിന്റെ മറ്റ് ബന്ധങ്ങൾ എങ്ങനെയാണ്, അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ, അതുകൂടാതെ ഫോൺ വിവരങ്ങൾ, ഇവയെല്ലാം ശേഖരിക്കുക എന്ന ലക്ഷ്യമുണ്ട്. ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരം ഇടപാടുകൾ നടത്തിയതിന്റെ മുഴുവൻ ഡാറ്റയും ട്രാക്ക് ചെയ്യാനായാൽ അതിൽ ആരൊക്കെയാണ് പ്രതികൾ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരെല്ലാം എന്നതൊക്കെ കണ്ടെത്താൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുക, മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ ഡാൻസാഫ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇതൊരു പ്രധാനപ്പെട്ട ബ്രേക്ക് ത്രൂ തന്നെയാണെന്ന് പറയുന്നതിൽ തർക്കമില്ല. ഓക്കെ, വ്യക്തമാണ്. സ്വന്തന സജോ ദേവസ്യമാണ് വിശദാംശങ്ങൾ നൽകിയത്.